സ്നേഹിതരെ, സദൃശവാക്യങ്ങളുടെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം തലമുറകൾക്ക് മുമ്പ് ജ്ഞാനി പകർന്നു നൽകിയ മനോഹരമായ പാഠങ്ങൾ ഇന്നും നമ്മുടെ ധാർമ്മിക നൈതിക ജീവിതത്തിൽ എത്ര പ്രസക്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ച് എഴുതപ്പെടുകയും ശേഖരിക്കപ്പെടുകയും ചെയ്ത തിരുവചനം ഇന്നും നമ്മുടെ ജീവിതങ്ങൾക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തുടരുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാനായി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. ദുരാഗ്രഹിയായൊരു മനുഷ്യൻ ഒരു വശത്ത്, കോഴയെ വെറുക്കുന്നവൻ മറുവശത്ത്. ദുരാഗ്രഹി അവൻ്റെ സ്വന്തം ജീവിതത്തെ മാത്രമല്ല, അവനുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തെ താറുമാറാക്കുന്നു, തകർക്കുന്നു, അവൻ്റെ ഭവനത്തെ തന്നെ തകർക്കുന്നു. എന്നാൽ കോഴ വെറുക്കുന്ന, നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്ത് മറുവശത്ത് നിൽക്കുന്ന ആ വ്യക്തി ജീവിച്ചിരിക്കും, ജീവന്റെ പൂർണ്ണത അനുഭവിക്കും. അത്യാർത്തിയെക്കുറിച്ച് ഞാൻ ഈ സദൃശവാക്യത്തിൽ പല ആവർത്തി സംസാരിച്ചു. ആർത്തി കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അനർഹമായി സമ്പത്തും പ്രശസ്തിയും നേടുവാനായി ശ്രമിക്കുന്നവർ, അന്യായ മാർഗങ്ങളിലൂടെ സമ്പത്ത് നേടിയിട്ട് എത്ര ലഭിച്ചാലും തൃപ്തി വരാത്തവണ്ണം അഗാധമായ ആർത്തിയോടുകൂടി ജീവിക്കുന്നവർ, അവരിന് എന്ത് ദ്രോഹം സംഭവിച്ചാലും നേട്ടം കൊയ്യുവാനായി ശ്രമിക്കുന്നവർ. ദുരാഗ്രഹി ആത്മാർത്ഥതയില്ലാത്ത, ചൂഷണം നിറഞ്ഞ ഒരു ജീവിതം ജീവിക്കുന്നയാൾ. അങ്ങനൊരു വ്യക്തി എങ്ങനെ തൻ്റെ സ്വന്തം കുടുംബത്തെ വലയ്ക്കുന്നുവെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറുവശത്ത് കോഴ തനിക്ക് അർഹതയില്ലാത്തത് സ്വീകരിക്കുന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ താൻ ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിക്ക് താൻ അർഹിക്കാത്ത പ്രതിഫലം കാക്ഷിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യേണ്ടതേ ഞാൻ ചെയ്തിട്ടുള്ളൂ, നീതിയോടെയേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ധർമ്മബോധത്തോടുകൂടിയേ ഞാൻ ചെയ്തിട്ടുള്ളൂ, നൈതിക ബോധത്തോടുകൂടിയേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് സധൈര്യം പറയുവാൻ കഴിയുന്നൊരു വ്യക്തി ജീവിക്കും. പ്രിയരെ, ഇന്ന് നമ്മുടെ സഭയുടെയും സമൂഹത്തിൻ്റെയും അവസ്ഥയിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ പ്രസക്തമായ ഒരു സദൃശവാക്യം ആണിത്. എന്താണ് ഈ സദൃശവാക്യം നമ്മുടെ മുമ്പാകെ മുൻവയ്ക്കുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ആശയങ്ങൾ? ലാഭത്തിനു വേണ്ടി അന്യായ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ ദൈവസിരുസന്നിധിയിൽ അസ്വീകാര്യരായിരിക്കും എന്ന് പലവട്ടം ഓർമ്മിപ്പിച്ച ഞാനും അത് ഇവിടെ അടിവരയിടുകയാണ്. ഒരുപക്ഷെ വരും തലമുറയ്ക്ക് ജീവിതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത്യാർത്തിയുടെ വഴിയല്ല, മറിച്ച് നിങ്ങളുടെ വഴി അത് ധർമ്മബോധത്തിൻ്റെതാകണം, നിങ്ങളുടെ വഴി അത് നീതിബോധത്തിൻ്റെതാകണം, നിങ്ങളുടെ വഴി അത് ന്യായബോധത്തിൻ്റെതാകണം, നിങ്ങളുടെ വഴി
അത് സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും കരുതലിൻ്റെയും ആർദ്രതയുടെയുമാകണം. പലയാവർത്തി ഞാനീ പറയുവാൻ ശ്രമിച്ച അതേ ആശയത്തെ തന്നെയാണ് അത്യാർത്തി കുടുംബങ്ങളെ തന്നെ, വീടിനെ തന്നെ വലയ്ക്കും എന്നും കോഴ വെറുക്കുന്നവൻ ജീവിക്കുമെന്നും പറയുക വഴി ഞാനീ പറയുവാൻ ശ്രമിക്കുക. വ്യക്തിപരമായ ദുരാഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാത്രമല്ല, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട അനേകരുടെ ജീവിതത്തെ ബാധിക്കും എന്ന് പറയുമ്പോൾ ധനസമ്പാദനം മാത്രമല്ല ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ധനം അർത്ഥവത്തായ ജീവിതത്തെ വാഗ്ദാനം ചെയ്യുന്നില്ല. ധനം ഒരുപക്ഷെ ദൈവത്തിൻ്റെ ദാനമായി തിരിച്ചറിഞ്ഞ് വിനയത്തോടെ ശരിയായി വിനിയോഗിച്ചാൽ അതിനെ ശരിയായ രീതിയിൽ ദൈവതിരുസന്നിധിയിൽ അനുഗ്രഹപൂർണമായി ഉപയോഗിക്കുവാൻ നമുക്ക് കഴിഞ്ഞേക്കാമെങ്കിലും അന്യായ മാർഗത്തിലൂടെ നേടുന്നതായിട്ടുള്ള ധനം ഒരിക്കലും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പകർന്നു നൽകുകയില്ല എന്നും അത് കുടുംബത്തിൻ്റെ തായ്വേരുകളെ തന്നെ ബാധിക്കും എന്നും ഞാനീ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യസന്ധമായ ജീവിതം സമൃദ്ധമായ ജീവന് നിദാനമായി മാറുന്നു എന്ന് ഓർക്കുകയാണ്. കോഴയെക്കുറിച്ച് വളരെ വ്യക്തമായി ഞാനീ പറയുകയാണ്. അവിടെ ദൈവതിരുസന്നിധിയിൽ പ്രസന്നതയുള്ള സ്വഭാവം കോഴയെ വെറുക്കുന്ന സ്വഭാവമാണ്. തനിക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായി ലഭിക്കേണ്ടതിൽ നിന്ന് എന്ത് അധികം നേടിയാലും അത് കോഴയാണ്. കോഴ വെറുക്കുന്നവൻ ജീവിക്കും. എന്നാൽ കോഴയുടെ പ്രലോഭനങ്ങളിൽ വീണുപോയാലോ അത് നാശത്തിൽ അവസാനിക്കും, കുടുംബങ്ങളുടെ നാശത്തിൽ അവസാനിക്കും എന്ന് ഞാനീ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയരെ, ഇന്ന് അനേകമിടങ്ങളിൽ കോഴയുടെ ഒരു സ്വാധീനം നാം കാണുകയാണ്. അത് അന്താരാഷ്ട്ര തലങ്ങളിൽ സമ്മാനങ്ങളായി വിമാനങ്ങൾ കൊടുക്കുന്ന തലം മുതൽ സാധാരണ ഇടങ്ങളിൽ ഒരു സേവനം നേടിയെടുക്കുവാനായി നൽകുന്ന ചെറിയ സംഭാവനകൾ വരെ കോഴയുടെ പരിധിയിൽപ്പെടുന്ന അനുഭവമാണ്. അനർഹമായത് താൻ നേടുകയില്ല എന്നും അരുതാത്തത് ചെയ്യുകയില്ല എന്നും തിരിച്ചറിയുന്ന മനസാക്ഷി ബോധം നഷ്ടപ്പെടുന്ന ഒരു തലമുറയോട് ഈ സദൃശവാക്യത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ് എന്ന് നാം ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നാം ജീവിക്കുന്ന ജീവിതം അത്യാർത്തിയുടേതോ കോഴയുടേതോ ആകട്ടെ, കോഴ വെറുക്കുന്ന അനുഭവത്തിലോട്ടാകട്ടെ, അത് കൃപയിലേക്കും അതുപോലെ തന്നെ നാശത്തിലേക്കും വഴിതെളിക്കും എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിൻ്റെ ഉദ്ദേശങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവം, നാം ഒരുപക്ഷെ ആരും കാണാത്ത അടഞ്ഞ മുറികളിൽ നടത്തുന്ന ഇടപാടുകൾ ഒരു നാൾ ഈ ലോകത്തിന് മുമ്പാകെ തന്നെ വെളിച്ചത്ത് വന്നേക്കാം. ഒരുപക്ഷെ ഒരിക്കലും വെളിച്ചത്ത് വരാത്ത വണ്ണം രഹസ്യാത്മകമായി കോഴ ഇടപാടുകൾ ചെയ്യുവാൻ ഒരുപക്ഷെ ചിലർക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ എല്ലാം കാണുന്നൊരു ദൈവം, എല്ലാം അറിയുന്നൊരു ദൈവം ഉണ്ട് എന്ന് മറന്നു പോകരുത്. നിന്റെ ജീവിതം അർത്ഥവത്താകണമെങ്കിൽ, അർത്ഥസമ്പൂർണമാകണമെങ്കിൽ, നിന്റെ ജീവിതം ജീവിച്ചു തീർക്കുവാൻ നിനക്കാകണമെങ്കിൽ, ആസ്വദിക്കുവാൻ നിനക്കാകണമെങ്കിൽ നീ കോഴയെ വെറുക്കുന്നവനാകണം എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. വഞ്ചനയിലൂടെയുള്ള നേട്ടങ്ങൾ താൽക്കാലികമാണ്. ദൈവിക സന്തോഷം ജീവിതത്തിൻ്റെ ലക്ഷ്യമാകണമെങ്കിൽ അത് ആർത്തി ഒഴിഞ്ഞുള്ള ജീവിതമാകണം, അത് കോഴയെ വെറുക്കുന്ന ഒരു ജീവിതമാകണം എന്ന് ഞാനീ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ദുരാഗ്രഹം? എന്താണ് അത്യാർത്തി? ആർത്തിയുടെയും ദുരാഗ്രഹത്തിൻ്റെയും പ്രായോഗിക തലങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ
നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഉദാഹരണങ്ങൾ എന്താവും? അധിക ലാഭം കൊയ്യുന്നതിനു വേണ്ടി വില വർദ്ധിപ്പിക്കുന്ന സാധാരണ കച്ചവടക്കാരൻ മുതൽ വിലവർദ്ധൽ മുന്നിൽ കണ്ട് അവശ്യ സാധനങ്ങളെ പൂഴ്ത്തിവെക്കുന്നവൻ വരെ ഒരുപക്ഷെ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടി വന്നേക്കാം. തങ്ങൾക്കാവശ്യമായതിലധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്ന എത്രയോ പേര് നമുക്കറിയാം. ഒരു തുണ്ട് ഭൂമിയില്ലാതെ അനേകർ പട്ടിണി കിടക്കുന്നൊരു ലോകത്ത്, ഭവനരഹിതരായി ജീവിക്കുന്നൊരു ലോകത്ത്, പലായനം ചെയ്യുന്നൊരു ലോകത്ത്, പ്രയാണം ചെയ്യുന്നൊരു ലോകത്ത്, പ്രവാസികളാകുന്നൊരു ലോകത്ത് തീയതായ മാർഗത്തിലൂടെ വെട്ടിപ്പിടിക്കുന്ന മനുഷ്യന്റെ സ്വഭാവം, അത് അയൽക്കാർ തമ്മിലുള്ള ബന്ധം മുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ വരെ ചെന്നു നിൽക്കുന്ന അവസ്ഥ. തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജനത്തിൻ്റെ സമൃദ്ധി ലക്ഷ്യം വെച്ച് ഭരണനിർവഹണം നടത്തുന്നതിന് പകരം എവിടെ തങ്ങളുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നുവോ അവിടെ ബാഹ്യമായൊരു ശത്രുവിനെ സൃഷ്ടിച്ച് ആ ശത്രുവിനെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്ന, യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്ന നേതാക്കന്മാരെ നമുക്കറിയാം. ആന്തരികമായ പ്രതിസന്ധികളെ മാറ്റുവാനായി ബാഹ്യമായ യുദ്ധങ്ങൾ സൃഷ്ടിച്ച് ആ ഭൂപ്രദേശങ്ങളെ നേടിയെടുക്കുവാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല എത്രയെത്ര കുടുംബങ്ങളാണ് കണ്ണുനീരിൽ ആയിത്തീരുന്നത് നമുക്കറിയാം. അത്യാർത്തി കുടുംബങ്ങളെ നശിപ്പിക്കുന്നു, യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നു, അത് സമാധാനം ഇല്ലാതെയാക്കുന്നു, തലമുറകളുടെ ജീവിത സാധ്യതകളെ ഇല്ലാതാക്കുന്നുവെന്ന് പലവട്ടം ഞാൻ ഈ ഓർമ്മിപ്പിച്ചിട്ടും ആ പാഠം ഉൾക്കൊള്ളുവാൻ മനുഷ്യന് കഴിയാതെ വണ്ണം അവൻ്റെ ഹൃദയം മന്ദമായി പോകുന്നത് എന്താണ്? ആ മന്ദതയുള്ളവർ ഭരണാധികാരികളായി മാറിപ്പോകുന്നത് എന്താണ്? ലോകത്തിന് സമാധാനം അന്യം നിന്ന് പോകുന്നത് എന്താണ്? സ്വന്തം വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ, വേരറുക്കപ്പെട്ടവരായി മാറുന്ന തലമുറകൾ, കണ്ണുനീരിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ. ആ കണ്ണുനീരിനൊക്കെ കാരണം ചിലരുടെയെങ്കിലും അത്യാർത്തി മാത്രമല്ലേ എന്ന് നാം അറിയാതെ ചോദിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം. പരിസ്ഥിതിക്ക് പരിക്കേൽക്കാതെ വണ്ണം ജീവിതങ്ങളെ ക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളും യുവാക്കളും വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം. പരിസ്ഥിതിയെക്കുറിച്ച് അവബോധമുള്ള തലമുറകൾ നമ്മുടെ ചുറ്റും വർദ്ധിച്ചു വരുമ്പോഴും പ്രിയമുള്ളവരെ, ജനിക വ്യതിയാനങ്ങളിലൂടെ മാത്രമല്ല, ഖനനത്തിലൂടെ, വനനശീകരണത്തിലൂടെ, മൈനിങ്ങിലൂടെ, പാറകളെ പൊട്ടിക്കുന്ന ഖനനത്തിലൂടെ പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യുന്ന, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന എത്രയോ ചിത്രങ്ങൾ നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടും അതിന് അനുവാദം കൊടുക്കുന്ന ഭരണാധികളെ കണ്ട് മൂക്കത്ത് വിരൽ വെക്കുമ്പോൾ അവരുടെ ആർത്തി നമ്മുടെ ജീവിത വ്യവസ്ഥിതിയെ തന്നെ ഇല്ലാതാക്കുകയാണ്. വരും തലമുറകൾക്ക്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് ഉള്ളുരുകി നാം ചോദിച്ചു പോകുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുചെല്ലുന്ന അനുഭവം. ആർത്തി, അത്യാർത്തി കുടുംബങ്ങളെ നശിപ്പിക്കുന്നു, വലയ്ക്കുന്നു, ഇല്ലാതെയാക്കുന്നുവെന്ന് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മേഖലകളിലും ഈ ആർത്തി നാം കഴിയുന്നു. മായം ചേർക്കുന്ന ആഹാരം മുതൽ മായം ചേർക്കുന്ന മരുന്നുകൾ വരെ ഇന്ന് ലഭ്യമാണ്. മനുഷ്യന്റെ ആരോഗ്യം വെറും ഒരു കച്ചവട വസ്തുവാക്കി മാറ്റി. ഒരു മനുഷ്യൻ ഒരു ചെറിയ രോഗത്തോടുകൂടി ആശുപത്രിയിൽ ചെന്നാൽ ആ രോഗത്തെ എങ്ങനെ മാറ്റാമെന്നല്ല, ആ മനുഷ്യനിൽ നിന്ന് എത്രമാത്രം ഊറ്റിയെടുക്കാം എന്ന് കരുതുന്നവർ വർദ്ധിക്കുന്നൊരു ലോകത്തിലാണ് ഈ സദൃശവാക്യം പ്രസക്തമാകുന്നത്.
കള്ളപ്പണത്തിൻ്റെയും കുഴൽപ്പണത്തിൻ്റെയും എത്രയോ കഥകൾ നാം കേട്ടാലും അതിനെ മൂടിവെക്കുവാൻ, അതിൽ നിന്ന് ഊരി വരുവാൻ, എല്ലാ വ്യവസ്ഥകളെയും മറികടക്കുവാൻ മനുഷ്യന് കഴിയുന്നുവെന്ന ലജ്ജാകരമായ അവസ്ഥയുടെ മധ്യയാണ് ഈ സദൃശവാക്യം നാം വായിക്കുന്നത്. ബന്ധങ്ങൾ ലാഭത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രം കാണുന്ന അനുഭവം. എന്തിന്? വിവാഹം പോലും എത്ര രൂപ സ്ത്രീധനം കിട്ടും എന്ന് ഒറ്റ ചോദ്യത്തിൽ അടിസ്ഥിതമായി ആരംഭിക്കുന്ന തലത്തിലേക്ക് തരം താണുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ സദൃശവാക്യം നാം വായിക്കുന്നത്. ഉപഭോഗ സംസ്കാരം, കൺസ്യൂമർ കൾച്ചർ, അത് എത്രമാത്രം നമ്മെ ചൂഷണം ചെയ്യുന്നുവെന്ന് നാം അറിയാതെ പോവുകയാണ്. ഡിജിറ്റൽ ലാഭം കൊയ്യൽ, അതിന് നൈതികമല്ലാത്ത എത്രയോ മാർഗങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് നമുക്കറിയാനായിട്ട് കഴിയും. ഡിജിറ്റൽ ചീറ്റിംഗ്, ചതി ഒളിഞ്ഞിരിക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കറിയാം. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം മുതൽ ആർത്തിക്ക് ഒരുപാട് തലങ്ങൾ നമ്മുടെ ചുറ്റും കാണുന്നൊരു പശ്ചാത്തലത്തിലാണ് വളരെ പ്രസക്തമായ ഈ സദൃശവാക്യം നാം വായിക്കുന്നത്, തിരിച്ചറിയുന്നത്. ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നാം ചോദിച്ചു പോകുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ദുരാഗ്രഹം ഒരു ഭവനത്തെ തകർക്കുന്ന അവസ്ഥയിൽ, ഒരു സംവിധാനത്തെ, ഒരു രാഷ്ട്രത്തെ, ബന്ധങ്ങളെ, സമൂഹങ്ങളെ തകർക്കുന്ന അവസ്ഥയിൽ ചെന്നെത്തുക എന്ന്? എവിടെ ദുരാഗ്രഹം കടന്നു വരുന്നുവോ അവിടെ ബന്ധങ്ങളുടെ പവിത്രത നഷ്ടപ്പെടുന്നു. എൻ്റെ കൂടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ശരി, എനിക്ക് നേട്ടം മതി എന്ന് ഞാൻ കരുതുമ്പോൾ അവിടെ ഞാൻ ബന്ധങ്ങളെ, വ്യക്തികളെ അനാദരിക്കുവാൻ തുടങ്ങുന്നു, ആദരിക്കാതിരിക്കുവാൻ തുടങ്ങുന്നു. അകൽച്ച അതിൻ്റെ പരിണിത ഫലമാണ്. വഞ്ചനയും വിശ്വാസഭംഗവും ബന്ധങ്ങളിലേക്ക് കടന്നു വരുന്നു. പണസമ്പാദനത്തിൻ്റെ തീവ്രമായ ഈ നെട്ടോട്ടത്തിനിടയിൽ ബന്ധങ്ങൾ അവഗണിക്കപ്പെടുന്നു. ഭർത്താവിന് ഭാര്യയോടും, ഭാര്യയ്ക്ക് ഭർത്താവിനോടും, മാതാപിതാക്കൾക്ക് മക്കളോടും ചേർന്ന് ചിലവഴിക്കുവാൻ സമയം, സാഹചര്യം ഇല്ലാതായി മാറുന്നു. ഐക്യത്തിൻ്റെ അനുഭവത്തിന് പകരം ഐക്യം തകർന്ന് മനുഷ്യർ തമ്മിൽ തർക്കങ്ങൾ മാത്രം അവശേഷിക്കുന്ന അനുഭവമായി മാറുന്നു. വളരെ അധികം സമ്പാദിക്കുവാനുള്ള ത്വരയുടെ മധ്യേ പ്രിയപ്പെട്ടവർക്കായി സമയം ചിലവാക്കുവാൻ നാം മറന്നുപോകുന്നു. എന്തൊക്കെയോ ആണ് എന്ന ചിന്ത നമ്മിൽ കടന്നു വരുമ്പോൾ വിനയം നമ്മിൽ നഷ്ടപ്പെടുന്നു, സഹനം നമുക്കില്ലാതെയാകുന്നു, സഹിഷ്ണുത നമുക്ക് നഷ്ടപ്പെടുന്നു. വസ്തുതർക്കങ്ങൾ, വൈരാഗ്യങ്ങൾ സാധാരണ അയൽക്കാരുടെ തലത്തിൽ നിന്ന് തുടങ്ങി അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അന്താരാഷ്ട്ര യുദ്ധങ്ങളിലേക്ക് വരെ ചെന്ന് നിൽക്കുന്ന അവസ്ഥ. എന്ത് ലഭിച്ചാലും തൃപ്തിയില്ലാത്ത മനുഷ്യൻ, ആത്മീയം തലങ്ങളിലും ആത്മീയത പോലും നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ, ആർത്തിയുള്ളവൻ, ദുരാഗ്രഹമുള്ളവൻ, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബങ്ങളെ തകർക്കുന്ന അനുഭവം എത്ര പ്രായോഗികമായ ഒരു ചിന്തയാണ്. എന്നാൽ കോഴ വെറുക്കുന്നവൻ ജീവിക്കും എന്ന് ചിന്തിക്കുമ്പോൾ പ്രായോഗികമായ ഒരു ചോദ്യം കൂടി നാം സ്വയം ചോദിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോഴയുടെ
സ്വാധീനത്തിൽ വരുന്നത് എന്ന ചോദ്യം. കാര്യസാധനത്തിനായി കൈക്കൂലി നൽകുവാൻ ശ്രമിക്കുന്നവർ തങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളെ അന്യായമായി ഉപയോഗിച്ച് ആ പണം ആ മുൻവെക്കുന്നതായിട്ടുള്ള പണേതരമായ പ്രലോഭനം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവർ കാര്യസാധനത്തിനായി നൽകുകയും അന്യായ മാർഗത്തിലൂടെ കാര്യം നേടി നൽകുവാനായി സ്വീകരിക്കുകയും ചെയ്യുന്ന അനുഭവം കോഴയാണ്. അത് എല്ലാ തലങ്ങളിലും ഇന്ന് കടന്നുകൂടിയിരിക്കുന്നു. സഭയുടെ തലത്തിൽ, ഒരുപക്ഷെ നിയമനങ്ങളിൽ, അഡ്മിഷനുകളിൽ പോലും ഇത് വന്നു ചെന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സദൃശവാക്യം ഇന്നിൻ്റെ തലമുറ അടിവരയിട്ട് വായിച്ചു പഠിക്കേണ്ടുന്ന ദൈവാത്മാവിൻ്റെ സന്ദേശമായി നാം തിരിച്ചറിയേണ്ടത്. നിയമവ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാനായി പണവും സ്വാധീനവും ഉപയോഗിക്കുന്നവർ സാധാരണ നീതി വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നത് ചിലന്തി വല പോലെ എന്നുള്ളതാണ്. ചെറിയ ചെറിയ പ്രാണികൾ കുടുങ്ങി ജീവിതം ഹോമിക്കുമ്പോൾ വലിയ പ്രാണികൾ വളരെ വേഗം പറന്നു പോകുന്ന അവസ്ഥ. നീതിന്യായ വ്യവസ്ഥയിൽ കോഴയുടെ സ്വാധീനത്തെക്കുറിച്ച് എത്രയോ എത്രയോ പഠനങ്ങൾ. തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുന്ന പണം ഇടപാടുകൾ, പഠന സാധ്യതകൾ പിൻവാതിലിലൂടെ ഒരുക്കിയെടുക്കുന്ന അനുഭവം, വിദ്യാഭ്യാസത്തെ, ആരോഗ്യത്തെ കച്ചവടമാക്കുന്ന അനുഭവം എത്രയോ നമുക്ക് ചുറ്റും നമുക്ക് ഓരോന്നായി എണ്ണിപ്പറയുവാനായിട്ട് കഴിയും. പൊതുസേവനങ്ങൾ നേടുവാൻ വരെ പണം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ, കരാറുകൾ നേടുവാനായി പിൻവാതിൽ മാർഗങ്ങൾ, കരാർ നേടി അത് ഏത് തരത്തിലുള്ളതാകട്ടെ, സാധാരണ റോഡ് പണിക്കായി കരാറ് നേടുന്നയാൾ ആ പണി തീരുന്നതിന് മുമ്പ് തന്നെ റോഡുകളിലെ വിള്ളൽ കണ്ട് നാം ഞെട്ടി നിൽക്കുന്ന അവസ്ഥ. പദ്ധതികൾക്കായി കമ്മീഷൻ പങ്കുവഹിക്കുന്നവർ, രാഷ്ട്രീയമായി എത്രയോ എത്രയോ വ്യത്യസ്ത അനുഭവങ്ങൾ, ആശുപത്രിയിൽ ചികിത്സയിൽ എത്തുന്നവർക്കുള്ള എത്രയോ എത്രയോ സങ്കടകരമായ അനുഭവങ്ങൾ, അവസ്ഥകൾ. സദൃശവാക്യത്തിലൂടെ ഞാൻ ഈ തലമുറകളെ അതിശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു. കോഴ വെറുക്കുന്നവനോ ജീവിക്കും, ജീവിച്ചിരിക്കും. കോഴ വെറുക്കുന്നവൻ്റെ അനുഗ്രഹത്തെ കൂടെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ അനുകൂലതയും അനുഗ്രഹവും തിന്മയെ വെറുക്കുന്നവനോടൊപ്പം എന്നുമുണ്ടാകും. നമുക്കറിയാവുന്ന ചില വ്യക്തികളെ നമുക്ക് ഓർത്തു നോക്കാം. നമുക്കറിയാവുന്ന ഇടങ്ങളിൽ, അത് സഭയുടെ പ്രധാന സ്ഥാനങ്ങളിലാകട്ടെ, ഔദ്യോഗിക മേഖലയിൽ നമുക്കറിയാവുന്ന പ്രധാന സ്ഥാനങ്ങളിലാകട്ടെ, രാഷ്ട്രീയ മേഖലയിൽ നമുക്കറിയാവുന്ന ഇടങ്ങളിലാകട്ടെ, ചിലരെ നാം ഓർക്കുന്നത് ആ മനുഷ്യൻ വിശുദ്ധനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. തലമുറകളോട് നമുക്ക് പറഞ്ഞു കൊടുക്കും, ഇന്ന് ഈ അഭിവന്യനായ മനുഷ്യൻ്റെ ജന്മദിനമാകേണ്ടതാണ്, ചരമവാർഷികമാണ്, അയാളൊരു വിശുദ്ധനായിരുന്നു. അതുപോലെ തന്നെ പറയും, അതേ കസേരയിൽ പിന്നീട് വന്നിരുന്ന ഈ ഐമേനിയുണ്ട്, ഈ ഐമേനി അല്ലാത്തയാളുണ്ട്, അയാൾ വെറും കള്ളനായിരുന്നുവെന്ന്, കാപഠ്യമുള്ളവനായിരുന്നുവെന്ന് ചരിത്രം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന അഴിമതിക്കാരൻ്റെയും കോഴക്കാരൻ്റെയും പേരണിഞ്ഞവരായി മാറുന്ന എത്രയോ എത്രയോ ആളുകൾ. എന്നാൽ കോഴ വെറുക്കുന്നവൻ വിശുദ്ധനായി ജീവിക്കും, ദൈവാനുഗ്രഹത്തോടെ ജീവിക്കുമെന്ന് ഓർമ്മപ്പെടുത്തൽ. ആ
ആന്തരിക സമാധാനം. കോഴയിലൂടെ നേടി പണം സമ്പാദിച്ച് പണക്കൂമ്പാരങ്ങളുടെ മധ്യേ കിടന്നുറങ്ങിയാലും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയേക്കാൾ തനിക്കർഹമായത് മാത്രം മതി എന്ന ബോധ്യത്തോടുകൂടി അത്യാർത്തിയില്ലാതെ കോഴ വാങ്ങാതെ ജീവിക്കുന്നൊരു മനുഷ്യൻ്റെ ആന്തരിക സമാധാനത്തിൻ്റെ ആഴങ്ങൾ നാം അറിയണം. സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ നാളെയെ ദൈവം തരുന്നുവെങ്കിൽ ആ നാളെയെ അനുഗ്രഹത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന ബോധ്യത്തോടുകൂടെ ആ നാളെയിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആ വ്യക്തിയുടെ അനുഗ്രഹത്തിൻ്റെ നിദാനം. സമൂഹം അയാളെ ബഹുമാനിക്കുന്നു. സമൂഹത്തിൽ അയാൾക്ക് അവർണ്ണനീയമായ ഒരു വിശ്വാസ്യതയുണ്ട്. അയാൾ മൂല്യങ്ങളെ മാനിക്കുന്നു. ആ മൂല്യങ്ങൾ മാനിക്കുന്നത് കൊണ്ട് അയാൾ മാനിക്കപ്പെടുന്നു. ഭാവിയെ ഭയം കൂടാതെ നേരിടുവാൻ അയാൾക്കാകുന്നു. തിന്മ ചെയ്യുന്നയാൾ, തിന്മയുടെ വഴികളിലൂടെ കടന്നു വന്നയാൾ ഒരു നാൾ താൻ പിടിക്കപ്പെടുമോ എന്ന ഭയത്തിൽ നിരന്തരം ജീവിക്കുന്ന അനുഭവം. മറുവശത്ത് മടിയിൽ കനമില്ലാത്തയാൾ വഴിയിൽ ആരെ പേടിക്കാനെന്ന് നാം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് പോലെ സ്നേഹിതരെ, ധൈര്യത്തോടെ നാളെയെ നേരിടുവാൻ കഴിയുന്ന അവസ്ഥ, പുതിയ തലമുറയ്ക്ക് മാതൃകയായി ജീവിക്കുവാൻ കഴിയുന്ന അവസ്ഥ, ജീവന്റെ സമൃദ്ധി, ചുമ്മാ ശ്വസിച്ച് എഴുന്നേറ്റ് ഉറങ്ങുന്ന അനുഭവമല്ല. അയാൾ ജീവിക്കും, സമൃദ്ധിയായ ജീവനോടുകൂടി ജീവിക്കും. പൂർണ്ണമായ ജീവനം അയാൾക്കുണ്ടാകും. ദൈവാനുഗ്രഹത്തിൻ്റെ നിറവിൽ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും മാന്യത സ്വീകരിച്ച്, അനുഗ്രഹം സ്വീകരിച്ച് അയാൾ ജീവിക്കും. സദൃശവാക്യം 15-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം അതുകൊണ്ട് തന്നെ വളരെ അർത്ഥവത്തും ആധുനിക ലോകത്ത് വളരെ പ്രസക്തവുമായ ഒന്നാണ്. ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. ഈ സദൃശവാക്യത്തിൻ്റെ ആഴമായ പൊരുൾ ഗ്രഹിക്കുവാൻ ആത്മാവെ സഹായിക്കണമേ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം: ദൈവമേ, ദുരാഗ്രഹത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് എന്നെ നിരന്തരം കാത്തുകൊള്ളണമേ. എൻ്റെ സ്വഭാവം എൻ്റെ ഭവനത്തിലെ മറ്റൊരാളുടെ സമാധാനത്തെ ഹനിക്കുന്നതാകരുതേ. എൻ്റെ ഭവനത്തെ വലയ്ക്കുന്നതാകരുതേ. വ്യത്യസ്തങ്ങളായ രീതിയിൽ കോഴ കാട്ടി പ്രലോഭിപ്പിക്കുവാൻ ശ്രമിക്കുന്നൊരു ലോകത്ത് കോഴയെ വെറുക്കുന്നവൻ, അന്യായമായ ഏത് നേട്ടവും വെറുക്കുന്നവനായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ദൈവം വാഗ്ദത്തം ചെയ്യുന്ന ജീവന്റെ പൊരുൾ ക്രിസ്തു ഉള്ളിൽ വാഴുമ്പോൾ, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ നിറയുമ്പോൾ അനുഭവിക്കുന്ന ആ ജീവന്റെ പൊരുളും പൂർണ്ണതയും എൻ്റെ ജീവിതത്തിൻ്റെയും ഭാഗമാക്കണമേ എന്നതാകണം നമ്മുടെ പ്രാർത്ഥന. ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.